അസ്സലാമു അലൈക്കും. യാങ്കി ഉസ്ബെക്കിസ്ഥാൻ പാർക്കിൽ പോയ ഒരു പിക്നിക് ഡേ അപാരത. മക്കളുടെ ബോറടി കണ്ടിട്ട് സഹിക്കുക വയ്യേണ്ട വൈകുന്നേരം 6 മണിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതിനായി വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത് ബീഫ് അലീസ ആയിരുന്നു. കയ്യിൽ ബീഫാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ബീഫ് അലീസ ഉണ്ടാക്കി. രാവിലത്തെ സേമിയ ബിരിയാണി കുറച്ചുണ്ടായിരുന്നു, അത് പാക്ക് ചെയ്തു. കുറച്ച് പോപ്കോൺ ഉണ്ടാക്കി. അങ്ങനെ 8 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. 8:20 അവിടെ എത്തി. എവിടെ എത്തി? യാങ്കി ഉസ്ബെക്കിസ്ഥാൻ പാർക്കിലെത്തി. ഞങ്ങളൊരു ശുദ്ധവായൊക്കെ ശ്വസിക്കാം, പ്രത്യേകിച്ച് ആളില്ലാത്ത സമയമായിരിക്കും, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ പോയെങ്കിൽ അവിടെ വിക്ടറി ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യത്തിന് ആളുകളുണ്ടായിരുന്നു. അതായത് അവിടെ നല്ലൊരു ഫെസ്റ്റീവ് മൂഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സോങ്സും എല്ലാം കേൾക്കുന്ന ഒരു ഭാഗത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കണ്ടത് ഇവിടെ റോസ് ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടോ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടിപൊളിയായിട്ട് റോസ് ഗാർഡൻ സെറ്റ് ചെയ്തത് കാണുന്നത്. പിന്നെ ഞാൻ സ്റ്റേജ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ആദ്യം അന്തം വിട്ട്, കാരണം ഇന്ത്യൻ സോങ്ങിൽ അത് ഡാൻസ് കളിക്കുന്നു. Ovozlaring endi faqat ishlarimda xotiralarim olmadim sira ketding qul yuragim tilib ketarkansan nega kerak unutolmadim sira ketding qul yuragim tilib. ഇതിൻ്റെയും ന്യൂ ഇയറിൻ്റെയും നൗറു സെലിബ്രേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനത്തെ സ്റ്റേജ് ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇത് ഭയങ്കര സ്പെഷ്യലായിട്ട്. ഒന്നാമത് ഒരു ഇന്ത്യൻ സോങ് ഡാൻസ് പെർഫോമൻസ്, മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഈ ബാൻഡിൻ്റെ സോങ്സും ഡാൻസും എല്ലാം നല്ല രസമായിരുന്നു. സ്റ്റേജ് ഷോ ഒക്കെ കണ്ട് പിന്നെ അവിടെ DJ പാർട്ടി ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള പിക്നിക് മൈതാനിയുടെ ഏരിയയിലോട്ട് പോയി. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ മോണ്യുമെൻ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. എത്ര കണ്ടാലും എന്താണെന്നറിയില്ല, മതി വരില്ല. കാരണം അവിടുത്തെ സ്കൾപ്ചേഴ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അവിടുത്തെ ഗാർഡനും തന്നെ ഇടയ്ക്കിടയ്ക്ക് സെറ്റിങ് മാറ്റിക്കൊണ്ടിരിക്കും. അത് ഒരു രസമാണ് കാണാൻ. അതുപോലെ ഓരോ സീസണിലും ഇത് ഓരോ ഭംഗിയാട്ടോ. ഇത് ഇവിടെ വല്ല എയർപോർട്ട് സെറ്റിങ്ങിൽ നല്ല ഭംഗിയിൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഏരിയയാണ്. ഇത് പകൽ വരുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ പർപ്പസ് എന്താണ്. പക്ഷേ ഈ ഒരു ചെയേഴ്സ് എല്ലാം കളറ് മാറിക്കൊണ്ടാണ് കേട്ടോ. എനിക്കും മക്കൾക്ക് ഒരുപോലെ അത്ഭുതം തോന്നിയൊരു കാര്യമായിരുന്നു അത്. പിന്നെ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റും എടുത്തിട്ട് ഒരു സൈഡിൽ വിരിച്ച് വേഗം ഭക്ഷണം കഴിക്കാം എന്നുള്ള സെറ്റിങ്ങിലാക്കി. എനിക്ക് തോന്നുന്നു ഉള്ളതൊരു കഞ്ഞി ചമ്മന്തി ആണെങ്കിൽ പോലും ഇങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഏതായാലും ഞങ്ങളുടെ പിക്നിക് ഡേ ഇന്ന് തീർന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും 11:15 ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.